ഡാർക്ക് മാറ്ററിനായുള്ള പുതിയ തിരയൽ. സിഗ്നൽ ഇല്ലെങ്കിൽ പോലും അത് ഒരു സൂചനയാകാം. ഈ പുതിയ പഠനം ഡാർക്ക് മാറ്റർ തിരയുന്ന രീതിയെ മാറ്റിമറിക്കുന്നു. ഗാലക്സികളുടെ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ഗാമാ വികിരണങ്ങളുടെ അധിക അളവ് ഡാർക്ക് മാറ്റർ കാരണമാണോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന പുതിയ പഠനത്തിലേക്ക് സ്വാഗതം. ഡാർക്ക് മാറ്റർ എന്താണ്? അത് ധാരാളമായി ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ ഇതുവരെ നേരിട്ട് നിരീക്ഷിച്ചിട്ടില്ല. ദൃശ്യമായ ദ്രവ്യത്തിൽ അത് ചെലുത്തുന്ന ഗുരുത്വാകർഷണ ഫലങ്ങളിൽ നിന്നാണ് അതിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. പുതിയ പഠനത്തിന്റെ പ്രധാന ആശയം ഇതാണ്: ചില സിഗ്നലുകൾ മറ്റ് സിസ്റ്റങ്ങളിൽ കാണുന്നില്ലെങ്കിൽ പോലും അത് ഡാർക്ക് മാറ്ററിന്റെ സാധ്യത തള്ളിക്കളയാൻ പര്യാപ്തമല്ല. നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ ഒരു തരം സിഗ്നൽ കാണുന്നുണ്ട്, മൈനസ് ഗാമാ വികിരണത്തിന്റെ അധിക അളവ്. ഇത് ഡാർക്ക് മാറ്റർ കണികകളുടെ നശീകരണം കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷീരപഥത്തിന്റെ ഡിസ്കിന് ചുറ്റുമുള്ള ഗോളാകൃതിയിലുള്ള ഒരു പ്രദേശത്തുനിന്ന് അധിക ഫോട്ടോണുകൾ വരുന്നുണ്ടെന്ന് ഫെർമി നാഷണൽ ആക്സിലറേറ്റർ ലബോറട്ടറിയിലെ സൈദ്ധാന്തിക ഭൗതികശാസ്ത്രജ്ഞനായ ഗോർഡൻ ക്രിഞ്ചായിക് വിശദീകരിക്കുന്നു. ഈ ഗാമാ റേ അധിക അളവ് ഡാർക്ക് മാറ്റർ നശീകരണം മൂലമാകാം. 2 ഡാർക്ക് മാറ്റർ കണികകൾ കൂടിച്ചേരുമ്പോൾ ഉയർന്ന ഊർജ്ജമുള്ള ഗാമാ രശ്മികൾ ഉൽപ്പാദിപ്പിക്കപ്പെടാം. ഫെർമി ഗാമാ റേ സ്പേസ് ടെലിസ്കോപ്പ് നിരീക്ഷിച്ച ഈ അധിക ഗാമാ റേ ഫോട്ടോണുകൾ ഡാർക്ക് മാറ്റർ നശീകരണത്തിന് തെളിവാകാം. എങ്കിലും പൾസാറുകൾ പോലുള്ള ജ്യോതിശാസ്ത്ര സ്രോതസ്സുകൾ കാരണവും ഇത് സംഭവിക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് നോക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, കുള്ളൻ ഗാലക്സികൾ ഒരു പ്രധാന പരീക്ഷണ സ്ഥലമാണ്. കുള്ളൻ ഗാലക്സികൾ വളരെ ചെറുതും മങ്ങിയതുമാണെങ്കിലും അവ ഡാർക്ക് മാറ്റർ കൊണ്ട് അതീവ സമ്പന്നമാണ്. അതിനാൽ വൃത്തിയുള്ള സിഗ്നലുകൾക്കായി തിരയാൻ ഇവ അനുയോജ്യമാണ്. അവയിൽ ജ്യോതിശാസ്ത്രപരമായ പശ്ചാത്തലം വളരെ കുറവാണ്, അതായത് കുറഞ്ഞ നക്ഷത്രങ്ങളും സാധാരണ വികിരണങ്ങളും. അതിനാൽ ഡാർക്ക് മാറ്റർ സിഗ്നലുകൾ കൂടുതൽ വ്യക്തമായി കാണാൻ സാധ്യതയുണ്ട്. ഡാർക്ക് മാറ്ററിനെ കണികകളായി വിവരിക്കുന്ന സാധാരണ സിദ്ധാന്തങ്ങൾ കണികകൾ നശിക്കുന്നതിനായി 2 പ്രധാന സാധ്യതകൾ പ്രവചിക്കുന്നു. ലളിതമായ സാഹചര്യത്തിൽ നശീകരണ സാധ്യത സ്ഥിരമായിരിക്കും, കണികയുടെ വേഗതയെ ആശ്രയിക്കുന്നില്ല. ക്ഷീരപഥത്തിൽ ഒരു സിഗ്നൽ കണ്ടാൽ കുള്ളൻ ഗാലക്സികളിലും കാണണം എന്നാണ് ഇതിനർത്ഥം. രണ്ടാമത്തെ സാഹചര്യത്തിൽ നശീകരണ സാധ്യത കണികകളുടെ വേഗതയെ ആശ്രയിച്ചിരിക്കുന്നു. താഴ്ന്ന വേഗത കാരണം നശീകരണം അത്യന്തം വിരളമായിരിക്കും, അതിനാൽ സിഗ്നൽ എവിടെയും അദൃശ്യമാകും. കുള്ളൻ ഗാലക്സികളിൽ സിഗ്നൽ കാണാത്തത് ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തിലെ ഗാമാ വികിരണത്തെ ഡാർക്ക് മാറ്ററുമായി ബന്ധിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. എന്നാൽ ക്രിഞ്ചായിക്കും സഹപ്രവർത്തകരും ഒരു പുതിയ കൂടുതൽ സങ്കീർണമായ സിദ്ധാന്തം അവതരിപ്പിക്കുന്നു. അത് കുള്ളൻ ഗാലക്സികളിലെ സിഗ്നലിന്റെ അഭാവത്തെ വിശദീകരിക്കുന്നു. ഡാർക്ക് മാറ്റർ ഒരൊറ്റ കണികയായിരിക്കില്ല, മറിച്ച് പലതരം ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാകാം. ഓരോന്നിനും അല്പം വ്യത്യസ്തമായ സ്വഭാവമുണ്ടാകാം. ഈ ഘടകങ്ങളുടെ പെരുമാറ്റം അവയുടെ കോസ്മിക് ചുറ്റുപാടിനനുസരിച്ച് വ്യത്യാസപ്പെടാം. അതുകൊണ്ടാണ് എല്ലാ ഗാലക്സികളിലും ഒരേ സിഗ്നലുകൾ കണ്ടെത്താത്തത്. ഈ ബഹുമുഖ സിദ്ധാന്തം കുള്ളൻ ഗാലക്സികളിലെ സിഗ്നലിന്റെ അഭാവം വിശദീകരിക്കാനും ക്ഷീരപഥത്തിൽ കാണുന്ന ഗാമാ റേ എക്സസിനെ ഡാർക്ക് മാറ്ററുമായി ബന്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഡാർക്ക് മാറ്ററിനായുള്ള തിരയൽ തുടരുകയാണ്. സിഗ്നലിന്റെ അഭാവം പോലും വിലപ്പെട്ട ഒരു സൂചനയായി മാറാൻ സാധ്യതയുണ്ട്.